ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 8/2/2025 നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. അപ്പോൾ നമ്മൾ 52ാമത്തെ ക്വസ്റ്റ്യൻ വരെ നോക്കി. ഇനി ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. 53ാമത്തെ ക്വസ്റ്റ്യൻ, വാഗൺ ട്രാജഡി നടന്ന വർഷം. അപ്പോൾ ഇതിൽ ആൻസർ ഇല്ല. എന്നാണ് വാഗൺ ട്രാജഡി നടന്നത്? 1921 നവംബർ 20. 1921 നവംബർ 20 വാഗൺ ട്രാജഡി നടന്നത്. അപ്പോൾ ചില ബുക്കിലൊക്കെ നവംബർ 10 കണ്ടിട്ടുണ്ട്. പക്ഷേ ശ്രീധര മേനോൻ്റെ കേരള ചരിത്രത്തിൽ നവംബർ 20 തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം 2021 ഇതിൻ്റെ 100ാമത് വാർഷികം നടന്നത്. വാഗൺ ട്രാജഡി നടന്നിട്ട് 100 വർഷമായി. അപ്പോൾ എന്താണ് ഈ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്? മലബാർ കലാപത്തിൽ പിടിക്കപ്പെട്ട 100ഓളം വരുന്ന തടവുകാരെ ഒരു ചരക്ക് വണ്ടിയിൽ കയറ്റി തിരൂരിൽ നിന്നും ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോയി. അപ്പം എന്നാണ് അവിടുന്ന് ആൾക്കാരെല്ലാം കൂടെ കയറ്റിയത്? 1921 നവംബർ 19 ആളിനെ കയറ്റിയത്. എന്നിട്ട് അവിടെ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. തടവുകാരിൽ ഒരു 70ഓളം ആൾക്കാർ ശുദ്ധവായു ലഭിക്കാതെ ഭീകരമായ രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വാഗൺ ട്രാജഡി നടന്ന റെയിൽവേ ഗുഡ്സ് വാഗണിൻ്റെ പേരാണ് MSM LV 1711. MSM LV 1711. അപ്പോൾ ഈ ഗുഡ്സ് വാഗണിനകത്താണ് ഈ വാഗൺ ട്രാജഡി നടന്നത്. അപ്പോൾ ഇത് MSM LV 1711 എന്ന ഗുഡ്സ് വാഗണിനകത്താണ് ഇവരെല്ലാം കൂടെ കുത്തി നിറച്ച് കൊണ്ടുപോയത്. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കുവാൻ മദ്രാസ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. AR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ മദ്രാസ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുമിത് സർക്കാർ. സുമിത് സർക്കാർ. വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തിരൂരിലാണ്. മലപ്പുറത്തെ തിരൂരിലാണ് വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു വാഗണും അതിനകത്ത് ഇതിൻ്റെ പേര് MSM LV 1711 എന്നൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പിക്ചർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ ഈ മലബാർ കലാപത്തെ ആസ്പദമാക്കി IV ശശി ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേരാണ് 1921. മലബാർ കലാപത്തെ ആസ്പദമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ഏത്? 1921. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷം. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷമാണ് 1921. അപ്പോൾ സിനിമയുടെ പേര് 1921. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷവും 1921. റിച്ചാർഡ് ഹിച്ച്കോക്കാണ് മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ. അപ്പോൾ മലബാർ കലാപത്തെ തുടർന്ന് മാപ്പിള കുടിയാൻ ഗ്രാമമായ പൂക്കോട്ടൂരിൽ നടന്ന ഒരു കലാപമാണേത്? പൂക്കോട്ടൂർ യുദ്ധം. 1921 നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 54. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. ആൻസർ ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. രാജന യാത്ര നയിച്ച നവോത്ഥാന നായകനാണ് ആര്? VT ഭട്ടതിരിപ്പാട്. അപ്പോൾ എന്നാണ് യാചന യാത്ര നടത്തിയത്? 1931. യാചന യാത്ര നടത്തിയത് എന്നാണ്? 1931. തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയാണ് യാചന യാത്ര നടത്തിയത്.
തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ യാചനായാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? VT ഭട്ടതിരിപ്പാട്. 1931 നടത്തിയത്. ഇനി 1968 മിശ്ര വിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? VT ഭട്ടതിരിപ്പാട്. 1968 മിശ്ര വിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചു ആര്? VT ഭട്ടതിരിപ്പാട്. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിൻ്റെ പേരിൽ സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? VT ഭട്ടതിരിപ്പാട്. 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത്. അപ്പോൾ ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അമ്പലങ്ങളിൽ ആരാധനയ്ക്ക് പകരം അനാചാരങ്ങളാണ് വാഴുന്നതെങ്കിൽ തീ കൊടുക്കുക തന്നെ വേണം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. അപ്പോൾ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു നാടകമുണ്ട്. എന്താണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധമായ ഒരു നാടകമാണ് ഏത്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. 1929 പബ്ലിഷ് ചെയ്തത്. 1929. അപ്പോൾ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്ക് എതിരെയാണ് ഈ നാടകം കൊണ്ടുവന്നത്. നാടകം എഴുതിയത് 1929. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ രചനയാണ് കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും എഴുതിയതാരാണ്? VT ഭട്ടതിരിപ്പാട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തു വെക്കുക. 55 താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, പാലിയം സത്യാഗ്രഹം. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1947 ഡിസംബർ 4. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യേകത വരുന്നത്? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് ഏത്? പാലിയം സത്യാഗ്രഹം. അപ്പോൾ എന്താണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്? കൊച്ചിയിലെ നാടുവാഴിയായിരുന്ന പാലിയത്തച്ഛൻ്റെ വീടിനടുത്തുള്ള പാലിയം ക്ഷേത്ര പരിസരത്തുള്ള വഴിയിലൂടെ അവർണർക്കും അഹിന്ദുക്കൾക്കും സഞ്ചരിക്കുന്നതിനുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടി നടന്ന സമരമാണ് ഏത്? പാലിയം സത്യാഗ്രഹം. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത സംഘടനകൾ ഏതൊക്കെയാണ്? SNDP, പുലയ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. 1947 ഡിസംബർ 4 സി കേശവനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ പാലിയം സത്യാഗ്രഹം 97 ദിവസമാണ് നീണ്ടു നിന്നത്. 97 ദിവസമാണ് പാലിയം സത്യാഗ്രഹം നീണ്ടു നിന്നത്. അപ്പോൾ ഇവിടെ പോലീസ് ലാത്തിച്ചാർജ് ഉണ്ടായി. പോലീസ് ലാത്തിച്ചാർജിൻ്റെ ഫലമായിട്ട് മരണപ്പെട്ട വ്യക്തിയാണ് ആര്? AG വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തിലുണ്ടായ പോലീസ് ലാത്തിച്ചാർജിൽ കൊല്ലപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? AG വേലായുധൻ. ഇനി ഗാന്ധിജി കേരളത്തിൽ എത്തിയത് എത്ര തവണയാണ്? 5 തവണയാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത്. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് 1920 ഓഗസ്റ്റ് 18 1920 ഓഗസ്റ്റ് 18 ആദ്യമായിട്ട് ഗാന്ധിജി കേരളത്തിൽ വന്നത്. എന്തിനാണ്? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിനായി. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിനായിട്ട് 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നു. രണ്ടാമത് വന്നത് 1925 മാർച്ച് 8 1925 മാർച്ച് 8 വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിനായിട്ട്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 അപ്പോൾ ഗാന്ധിജി കേരളത്തിൽ വന്നത് 1925 മാർച്ച് 8. വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം രണ്ടാമത് വന്നത്. ഇനി മൂന്നാമത് വന്നത് 1927 ഒക്ടോബർ 9.
1927 ഒക്ടോബർ 9. എന്തിനാണ് വന്നത്? തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഗാന്ധിജിയുടെ തെക്കേ ഇന്ത്യൻ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് 1927 ഒക്ടോബർ 9 ഗാന്ധിജി കേരളത്തിൽ വന്നത്. 1934 ജനുവരി 10 ഗാന്ധിജി 4ാമത് കേരളത്തിൽ വന്നത്. എന്തിനാണ്? ഹരിജൻ സേവാ ഫണ്ട് ശേഖരണത്തിനായി. ഹരിജൻ സേവാ ഫണ്ട് ശേഖരണത്തിനായി 1934 ജനുവരി 10 ഗാന്ധിജി വന്നു. പിന്നെ അവസാനം വന്നത് 1937 ജനുവരി 12 എന്തിനാ വന്നേ? ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1937 ജനുവരി 12 അദ്ദേഹം 5ാമത്തെ തവണ കേരളത്തിലെത്തി. അന്നാണ് അയ്യങ്കാളിയുമായിട്ട് കണ്ടുമുട്ടിയത്. അയ്യങ്കാളിയെ പുലയരാജ എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്? 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 56. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ആൻസർ ഓപ്ഷൻ ഡി 5. അപ്പോൾ ഈ രാഷ്ട്രീയ സമ്മേളനത്തിനെയാണ് കേരളത്തിലെ സൂറത്ത് സമ്മേളനം എന്നറിയപ്പെടുന്നത്. അതായത് 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം അറിയപ്പെടുന്ന പേരാണ് എന്ത്? കേരളത്തിലെ സൂറത്ത് സമ്മേളനം. അപ്പോൾ ഇവിടെ എന്തെല്ലാം വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്? മഞ്ചേരി സമ്മേളനത്തിൽ ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നങ്ങൾ, ഖിലാഫത്ത് പ്രശ്നം തുടങ്ങിയ വിഷയങ്ങളാണ് മഞ്ചേരി സമ്മേളനത്തിൽ ചർച്ച നടന്നത്. ഇനി 1ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എന്നാണ്? 1ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1916 എവിടെ വെച്ചാ? പാലക്കാട് വെച്ചാണ് നടന്നത്. അതിൻ്റെ അധ്യക്ഷനാണ് ആനി ബസന്റ് ആണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആനി ബസന്റ്. ഇനി 2ാമത്തെ സമ്മേളനം നടന്നത് 1917 എവിടെ വെച്ചാണ് നടന്നത്? കോഴിക്കോട് വെച്ചാണ് 2ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ CP രാമസ്വാമി അയ്യറാണ്. CP രാമസ്വാമി അയ്യറായിരുന്നു 2ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഈ 3ാമത്തെ സമ്മേളനം നടന്നത് 1918 എവിടെയാ? തലശ്ശേരിയിലാണ് 3ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ ആസാദ് അലി ഖാനാണ്. അതിൻ്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? ആസാദ് അലി ഖാൻ. ഇനി 4ാമത്തെ സമ്മേളനം നടന്നത് 1919 എവിടെ വെച്ചാണ്? വടകര. അതിൻ്റെ അധ്യക്ഷൻ KP രാമൻ മേനോനാണ് വടകര വെച്ച് നടന്ന 4ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. KP രാമൻ മേനോൻ. ഇനി 5ാമത്തെ സമ്മേളനം മഞ്ചേരിയിൽ വെച്ച് നടന്നു 1920. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? കസ്തൂരി രംഗ അയ്യങ്കാർ. മഞ്ചേരി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. അപ്പോൾ മഞ്ചേരി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. ഇത്രയും കാര്യങ്ങളും കൂടെ നോക്കി വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 57. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. അപ്പോൾ എന്താണ് അവർ ജനിച്ചത്? 1863
ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും ജനിച്ചത്. പൽപ്പു ജനിച്ചത് നവംബർ 1763 നവംബർ 2-നും അയ്യങ്കാളി ഓഗസ്റ്റ് 28-നുമാണ് ജനിച്ചത്. പൽപ്പുവിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പേട്ട, തിരുവനന്തപുരത്തെ പേട്ടയാണ് പൽപ്പുവിൻ്റെ ജന്മസ്ഥലം. അയ്യങ്കാളി വെങ്ങാനൂരാണ് ജനിച്ചത്, തിരുവനന്തപുരത്തെ വെങ്ങാനൂർ. ഇനി പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എന്നാണ്? 1885 മെയ് 24-നാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ്റെ എന്നാണ് 1885 മെയ് 24. എവിടെയാണ് ജനിച്ചത്? ചേരനല്ലൂർ, എറണാകുളം ജില്ലയിലെ ചേരനല്ലൂരിലാണ് പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചത്. ഇനി ചട്ടമ്പി സ്വാമികൾ എന്നാ ജനിച്ചത്? ചട്ടമ്പി സ്വാമികൾ 1853-ലാണ് ചട്ടമ്പി സ്വാമി ജനിച്ചത്. 1853 ഓഗസ്റ്റ് 25-നാണ്. ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. എവിടെയാണ്? കണ്ണമൂല, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ഇനി വാഗ്ഭടാനന്ദൻ ജനിച്ചത്? വാഗ്ഭടാനന്ദൻ 1885-ലാണ്. പണ്ഡിറ്റ് കറുപ്പനും വാഗ്ഭടാനന്ദനും ഒരേ വർഷമാണ് ജനിച്ചത്, 1885. നോക്കി വെച്ചേക്കുക. പണ്ഡിറ്റ് കറുപ്പൻ 1885, വാഗ്ഭടാനന്ദൻ 1885. ഏപ്രിൽ 27-ആണ് വാഗ്ഭടാനന്ദൻ, പണ്ഡിറ്റ് കറുപ്പൻ മെയ് 24. അപ്പോൾ വാഗ്ഭടാനന്ദൻ ജനിച്ചത് എവിടെയാണ്? പാട്യം, കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ പാട്യത്തിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചതോ? ചേരാനല്ലൂർ, എറണാകുളം ജില്ല. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് എന്നാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് 1852-ലാണ്. എവിടെയാ? കൊല്ലങ്കോട്, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ടാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. കൊല്ലങ്കോട്, പാലക്കാട് ജില്ല, 1852. ഇനി ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാണ്? ശ്രീനാരായണ ഗുരു എന്നാ ജനിച്ചത്? 1856-ലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ല. ചെമ്പഴന്തി തിരുവനന്തപുരം ജില്ലയിലാണ്. 1856-ലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അപ്പോൾ ഇത്രയും പേരുടെ കാര്യങ്ങൾ നോക്കി വയ്ക്കുക. വാഗ്ഭടാനന്ദനും പണ്ഡിറ്റ് കറുപ്പനും ഒരേ ഇയറിലാണ് ജനിച്ചത്, അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 58. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? ആൻസർ ഓപ്ഷൻ ബി കയ്യൂർ സമരം. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കയ്യൂർ സമരം. എന്നാണ് നടന്നത്? 1941 മാർച്ച് 28. അപ്പോൾ എന്നാ നടന്നത്? 1941 മാർച്ച് 28-നാണ് എന്ത് നടന്നത്? കയ്യൂർ സമരം നടന്നത്. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ കയ്യൂർ ഗ്രാമത്തിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ഏത്? കയ്യൂർ സമരം. എന്താണ് കയ്യൂർ സമരം? കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിൽ കയ്യൂർ ഗ്രാമത്തിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ഇത് കയ്യൂർ സമരം. നടന്നത് 1941 മാർച്ച് 28-ന്. കയ്യൂർ സമരത്തിൽ കർഷകരുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് സുബ്ബരായൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കന്നഡ സാഹിത്യകാരനായ നിരഞ്ജന രചിച്ച നോവലാണ് ചിരസ്മരണ. ചിരസ്മരണ എന്ന് പറയുന്നത് ആരുടെ നോവലാണ്? നിരഞ്ജന.
കന്നഡ സാഹിത്യകാരനാണ്. എന്തിനെ ആസ്പദമാക്കിയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി. ചിരസ്മരണ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത് പിൽക്കാലത്ത് കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ഇ.കെ. നായനാർ. 1943 മാർച്ച് 29 കണ്ണൂർ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ട കയ്യൂർ സമര പോരാളികൾ ആരൊക്കെയാണ്? പൊടവര കുഞ്ഞമ്പു നായർ, മഠത്തിൽ അപ്പു, കോയിത്തട്ടിൽ ചിരുക്കണ്ടൻ, പള്ളിക്കൽ അബൂബക്കർ. അപ്പം 1943 മാർച്ച് 29 കണ്ണൂർ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ട കയ്യൂർ സമര പോരാളികളാണ് ഇവരൊക്കെ. ആരാ? പൊടവര കുഞ്ഞമ്പു നായർ, മഠത്തിൽ അപ്പു, കോയിത്തട്ടിൽ ചിരുക്കണ്ടൻ, പള്ളിക്കൽ അബൂബക്കർ. അപ്പം ഇതും കൂടെ നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 59. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ആൻസർ ഓപ്ഷൻ എ വി കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത മലയാളി വനിതയാണ് ആര്? വി കുട്ടിമാളു അമ്മ. സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാണ് കുട്ടിമാളു അമ്മ. 1931 കോഴിക്കോട് വിദേശ വസ്ത്രങ്ങൾ വിൽക്കുന്ന വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വനിതയാണ് കുട്ടിമാളു അമ്മ. 1931. 1939 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി വനിത ആരാണ്? വി കുട്ടിമാളു അമ്മ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് 2 വർഷം തമിഴ്നാട്ടിലെ പ്രസിഡൻസി ജയിലിൽ ജയിൽവാസം അനുഭവിച്ചു. അപ്പോൾ വി കുട്ടിമാളു അമ്മ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുകയും 2 വർഷം തമിഴ്നാട്ടിലെ പ്രസിഡൻസി ജയിലിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. പിന്നീട് 1944 കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1944 കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആര്? വി കുട്ടിമാളു അമ്മ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ. 60. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ. പുലയൻ മത്തായി എന്നറിയപ്പെടുന്നതും കുമാര ഗുരുദേവനാണ്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതും ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപ്പേരൂരിലാണ് കുമാര ഗുരുദേവൻ ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപ്പേരൂർ. 1879 ഫെബ്രുവരി 17 അദ്ദേഹം ജനിച്ചത്. തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപ്പേരൂരിൽ 1879 ഫെബ്രുവരി 17 ജനിച്ചു. കൊഴുക്കും ചിറ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. കൊഴുക്കും ചിറ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ച വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ കുമാര ഗുരുദേവന്റെ പ്രശസ്തമായ കാവ്യ സമാഹാരമാണ് എന്ത്? രത്നമണികൾ. രത്നമണികൾ ആരുടെ കാവ്യ സമാഹാരമാണ്? പൊയ്കയിൽ യോഹന്നാന്റെ കാവ്യ സമാഹാരമാണ് എന്ത്? രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് വി ശാന്തകുമാർ എഴുതിയ നാടകമാണ് മണ്ണിക്കലെ മാണിക്യം.
അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ്? രത്നമണികൾ എന്ന് പറയുന്നത് എന്താണ്? കുമാരഗുരുദേവൻ്റെ പ്രശസ്തമായ കാവ്യ സമാഹാരമാണ്. മണ്ണിക്കലെ മാണിക്യം ആരെഴുതിയ നാടകമാണ്? വി ശാന്തകുമാർ പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് എഴുതിയ നാടകമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. നാളെ വരുന്നത് ജോഗ്രഫിയാണ്. ഓക്കെ.